ഹായ് ഹലോ, എൻ്റെ പേര് രേഷ്മ. ഇന്ന് നമുക്കൊന്ന് സ്രാവ് നന്നാക്കുന്നത് കണ്ടാലോ? ഇതാ ഈ സ്രാവ് ഉണ്ടല്ലോ, ഇതാണ് ഇവിടെ സാധാരണ കിട്ടുന്നത്. ഈ സ്രാവ് ആദ്യം നല്ല ചൂടുവെള്ളത്തിലോട്ട് ഇടാം, നല്ലവണ്ണം തിളച്ച വെള്ളത്തിലോട്ട് ഇടണേ. അപ്പോൾ ഈ സ്രാവ് ഉണ്ടല്ലോ ഒന്ന് വടി പോലെ ആവും. ആ വടി പോലെ ആവണ സമയത്ത് നമ്മൾ ആ സ്രാവിൻ്റെ വാലൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുക കേട്ടോ. മാക്സിമം ഒന്ന് സ്രാവിൻ്റെ വാലായിരിക്കണം ആദ്യം പൊക്കി വെക്കേണ്ടത്. അതിന് ശേഷം നമ്മളതിൻ്റെ തലഭാഗവും വയറുഭാഗവും ഒരു ഒരു 1-2 സെക്കൻഡ് കൂടി ആ വെള്ളത്തിലോട്ടൊന്ന് ഇടുക. കാരണം അവിടെ ആയിരിക്കും ഈ എളുപ്പം പോരാത്തത്. അതിന് ശേഷം നമ്മൾ ഈ സ്രാവിനെ ഓരോന്നിനായിട്ട് എടുത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ സാധാ പച്ചവെള്ളമില്ലേ, നമ്മുടെ സാധാ പച്ചവെള്ളം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് മാറ്റുക. അതിനുശേഷം നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്കിന്നിന് ശരിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വളരെ എളുപ്പത്തിനകത്ത് അതിൻ്റെ സ്കിന്നിങ്ങനെ റിമൂവായിട്ട് വരും കേട്ടോ. അതിൻ്റെ തലഭാഗത്ത് മാത്രമായിരിക്കും നമുക്കൊരു ഇത്തിരി ബലം കൊടുക്കേണ്ടി വരികയെ. അതിൻ്റെ വയറുഭാഗവും എല്ലാം നമുക്ക് ഇതുപോലെ ആക്കുകയാണെങ്കിൽ എളുപ്പം പോരും. അധികം ബലമൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് ഈ സാധനം വളരെ എളുപ്പത്തിൽ നന്നാക്കാൻ പറ്റും കേട്ടോ. ഒരുമിക്ക ആൾക്കാർക്കും സ്രാവ് വറുത്തരച്ച കറി ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ പലപ്പോഴും ആളുകൾ ഇത് വാങ്ങിക്കാൻ എന്താ പറയുക, കൂട്ടാക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇവർ ഈ സ്കിന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മാംസം കൂടി ഈ സ്കിന്നിൻ്റെ ഒപ്പം പോരാറുണ്ടെന്ന്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഈ അധിക നേരം ചൂടുവെള്ളത്തിൽ ഇടുന്നതുകൊണ്ടിട്ടാണ്. നമ്മൾ ആ ഒരു നല്ല തിളച്ച വെള്ളത്തിൽ 1-2 സെക്കൻഡ്സ് ഒന്ന് ആ മീനിൻ്റെ എന്താ പറയുക, മീനൊന്ന് ടൈറ്റായിട്ട് തന്നെ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ക്ലീനായിട്ട് നമുക്ക് ഈ സ്രാവിനെ നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത്ര എളുപ്പത്തിനകത്ത് വേറെ ഒരു മീനും നന്നാക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാലത്ത് വീട്ടിൽ സ്രാവാണ് കറി എന്ന് പറയുമ്പോൾ മനസ്സിനകത്തോട്ട് ആദ്യം വരുന്ന രൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടയ്ക്കാണ് നമ്മൾ ഡീപ് ബ്ലൂ സീ മൂവി, സ്റ്റാർ മൂവീസിലൊക്കെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കാണുന്ന ഷാർക്ക് ആ ഒരു രൂപമായിരുന്നു മനസ്സിനകത്തുണ്ടായത്. അത്ര വലിയ ഷാർക്കിനായിരിക്കും കറി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. വലുതായപ്പോഴാണ് സത്യം അറിയുന്നത്, ഇതുപോലത്തെ കുഞ്ഞൻ സ്രാവിനെയാണ് കറി വെച്ച് തന്നിരുന്നതെന്നുള്ള സത്യം അറിഞ്ഞത്. അതേപോലെ ഇതുപോലെ അമ്മിളി പറ്റിയിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ആശ്വസിക്കാമല്ലോ, ഞാൻ മാത്രമല്ല മറ്റാരൊക്കെയോ ഇതുപോലെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ 3 സ്രാവിൻ്റെയും സ്കിന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിനെ കട്ടിങ് പ്രോസസ്സിലോട്ട് കിടക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു മത്സ്യമാണ് ഷാർക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതിന് മുള്ളുകളില്ല, തീരെ മുള്ളില്ലാത്തൊരു മീനാണ്. ഇതിന് ബോണാണെങ്കിൽ കട്ട് ചെയ്യാനും ഭയങ്കരമായിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ഭയങ്കരമായിട്ട് എളുപ്പമാണ്. നമുക്കൊരിക്കലും ബോൺ മാറ്റി വെക്കേണ്ട വരില്ല, നമുക്ക് പല്ലുകൊണ്ട് തന്നെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന ബോണാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ കട്ടിങ് പ്രോസസ്സിലോട്ട് കടന്നു. ഇതുപോലെ വളരെ സ്പീഡിനകത്ത് നമ്മുടെ ഷാർക്കിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ ഷാർക്ക് വാങ്ങിക്കുമ്പോഴേ വലിയ ഷാർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പലപ്പോഴും വാങ്ങിക്കുമ്പോൾ 10ഉം 15ഉം ചെറിയ ഷാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 1 കിലോയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത മീറ്റ് ഏകദേശം 1/2 കിലോ മാക്സിമം നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ. ഷാർക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ തല കട്ട് ചെയ്യില്ല. ആ സമയത്ത് നമ്മളതിൻ്റെ വാഭാഗമില്ലേ, ആ വാഭാഗം താഴത്തെ വാഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ചെറിയ ചെറിയ പല്ലുകൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ നേരത്ത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ആ ഭാഗം അരിഞ്ഞ് കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് കറി വെക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഷാർക്കിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.